ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് RRB NTPC-യുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ്. പ്രത്യേകിച്ചും RRB NTPC-യിൽ ചില തസ്തികകളെ പറ്റിയൊരു അവ്യക്തതയുണ്ട്. പ്രത്യേകിച്ചും നമ്മളെപ്പോഴും പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഗ്ലാമറസ് പോസ്റ്റാണ് ഈ റെയിൽവേ ടിക്കറ്റ് എക്സാമിനർ അല്ലെങ്കിൽ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ്. നിലവിൽ ആ ഒരു പോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മുടെ റെയിൽവേയിൽ നോട്ടിഫിക്കേഷനിൽ എങ്ങും തന്നെ പറയുന്നില്ല. എന്തുകൊണ്ടാണത് പറയാത്തതെന്ന് പലർക്കും സംശയമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ പോസ്റ്റ് ഇല്ലേ നിലവിൽ, അതോ ആ പോസ്റ്റിലേക്ക് വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണോ പറയാത്തത് എന്നൊക്കെയുള്ള ചില സംശയങ്ങളുണ്ട്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ റെയിൽവേയിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ നോട്ടിഫിക്കേഷനോട് കൂടി ഈ പോസ്റ്റുകളെയൊക്കെ മറ്റൊരു പോസ്റ്റായിട്ട് മെർജ് ചെയ്ത് കുറേ അധികം പോസ്റ്റുകളെ മെർജ് ചെയ്തൊരു സിംഗിൾ പോസ്റ്റാക്കി മാറ്റിയുണ്ടായി. ഇതാണ് ആത്യന്തികമായിട്ട് ഇതിനൊരു കാരണമായിട്ട് മാറിയത്. അപ്പോൾ നമുക്ക് അതാണ് പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും മെർജിങ് ഓഫ് ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ആൻഡ് കൊമേഴ്ഷ്യൽ ക്ലർക്ക് എന്നുള്ളതാണ്. അതായത് റെയിൽവേ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമുക്കറിയാം രാജ്യത്തിൻ്റെ ജീവനാഡിയാണ്. അപ്പോൾ ഈ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിക്കും നമ്മൾ കരുതുന്ന പോലെ അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരല്ല, മറിച്ച് അതിൽ കൊണ്ടുപോകുന്ന ഈ കൊമേഴ്ഷ്യൽ കമ്മോഡിറ്റീസ്, പ്രത്യേകിച്ചും ഈ ഗുഡ്സ് പോലുള്ള മെറ്റീരിയലാണ് ഇവർക്ക് എപ്പോഴും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ റെയിൽവേ ചില കാലഘട്ടങ്ങളിൽ നഷ്ടത്തിൻ്റെ കണക്കുകളൊക്കെ ധാരാളം നിരത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് പതുക്കെ ലാഭകരമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. അതിനുവേണ്ടി റെയിൽവേ പുതിയ തരം മാനേജ്മെൻറ്റുകളൊക്കെ കൊണ്ടുവന്നു. വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു, റെയിൽവേയെ എഫിഷ്യൻ്റായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ കൊണ്ടുവന്ന ചില മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് TC അല്ലെങ്കിൽ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ TT എന്നൊരു രീതിയിൽ നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. റെയിൽവേയുടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ റെസ്പോൺസിബിലിറ്റീസോടും കൂടി നമ്മൾ ജോലി ചെയ്യേണ്ടതാണ്. എന്നാൽ വളരെയധികം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെയധികം ശമ്പളം ലഭിക്കുന്ന, അത്യാവശ്യം നല്ല സ്റ്റാറ്റസോടുകൂടി ജീവിക്കാൻ പറ്റുന്ന എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡർ കൂടിയാണ് റെയിൽവേ. ഇന്നത്തെ വാർത്തയുണ്ട്, ഏതാണ്ട് 78 ദിവസത്തെ ശമ്പളം ബോണസായിട്ട് റെയിൽവേ നൽകാൻ പോവുകയാണ്. അങ്ങനെയൊക്കെയുള്ള വളരെ വലിയ അഡ്വാൻറ്റേജസ് ആണ് ഈ റെയിൽവേയിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ കിട്ടുന്നത്. അത് ഏത് തസ്തികയിലാണെങ്കിലും റെയിൽവേയിൽ നിന്ന് കിട്ടാൻ പോകുന്ന വളരെ വലിയ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നമുക്ക് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് PBC നമ്പർ 136/2023, PBE നമ്പർ 85/2023 എന്നീ നമ്പറുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഓർഡറാണ്. പ്രത്യേകിച്ചും ഇതിൽ സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഓർഡറിൽ കൃത്യമായിട്ട് ഒരു സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത് സദേൺ റെയിൽവേക്ക് വേണ്ടി കൊടുത്തതാണ്. ഇത് എൻ്റയർ റെയിൽവേകൾക്കും ഇത് എത്തിയിട്ടുണ്ട്, എല്ലാ സോണുകൾക്കും ഇത് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെർജർ ഓഫ് ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് TC, കൊമേഴ്ഷ്യൽ ക്ലർക്ക് ആൻഡ് എൻക്വയറി കം റിസർവേഷൻ ക്ലർക്ക്. ഈ ഒരു തസ്തികകളെ മെർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ബാക്കി ഞാൻ വായിക്കുന്നില്ല, ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫാണ്. അതിനുശേഷം വേറൊരു പോസ്റ്റായിരുന്നു TT, ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ലോങ് ജേർണിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു പോസ്റ്റാണ്. നിലവിൽ ഈ ജോലികളൊക്കെ ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ പേരുകൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതുതായിട്ട് എടുക്കുന്നവർ ഈ ഒരു തസ്തികയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത് രണ്ടായിരുന്നു. അതായത് TC എന്ന് പറയുന്നത് ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫും കൊമേഴ്ഷ്യൽ ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗുഡ്സ് വാങ്ങണം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വിങ് ആയിരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ മെർജ് ചെയ്താൽ എന്താണ് ഗുണം? സ്വാഭാവികമായിട്ടും ഒരു മിനിമലായിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മിനിമലായിട്ടുള്ള ലേബേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ റെയിൽവേക്ക് കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഒരിടത്ത് മാത്രം ഇരുന്ന് ഒരു പർട്ടിക്കുലർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വേണ്ട, ഒരിടത്ത് മാത്രം ഇരുന്ന് പർട്ടിക്കുലർ സുഖം അനുഭവിക്കുകയും വേണ്ട എന്നൊരു സ്റ്റാൻഡാണ്. അപ്പം പ്രത്യേകിച്ചും 7th പേ കമ്മീഷനൊക്കെ വരുമ്പോഴാണ് ഈ ഒരു സജഷൻ വരുന്നത്. ഇങ്ങനെ 7ാം ശമ്പള കമ്മീഷൻ്റെ പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നുണ്ട്. 2018 ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓർഡർ RBE ആക്ട് ഒക്കെ വരുന്നുണ്ട്. അത്രയും സാങ്കേതികതയിലോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാനും നിങ്ങൾ പഠിച്ചിരിക്കാനും വേണ്ടി കണ്ടന്റുകൾ ഒന്ന് തരുന്നത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും +2 യോഗ്യതയുള്ളവർക്ക് കിട്ടാവുന്ന ഒരു നല്ല അവസരമാണ് RRB NTPC-യിൽ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാതെ, ഈ തസ്തികയെ പറ്റി കൂടുതൽ അറിയാതെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പ്രിഫറൻസ് താഴെ വെക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഹെൽത്ത് ക്രൈറ്റീരിയ ഒക്കെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിരുന്നു. A1, A2, B1, B2 എന്നൊക്കെ പറയുന്ന പല ആരോഗ്യപരമായ ക്രൈറ്റീരിയകളൊക്കെ പറഞ്ഞു. ആ ക്രൈറ്റീരിയകളൊക്കെ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു തസ്തിക കൂടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പേര്, അതായത് നിലവിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ +2 നോട്ടിഫിക്കേഷൻ, അതായത് +2 എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നൊരു തസ്തിക നമുക്ക് കാണാൻ പറ്റും. +2കാരെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നൊരു തസ്തിക കാണും. ഇത് ലെവൽ 7th CPC-യിൽ വരുന്ന ഒരു 3-ൽ വരുന്ന 7th CPC-യിൽ 3-ൽ വരുന്ന പേ ആൻഡ് 3-ൽ വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 21,700 രൂപയാണ്.
ഏതാണ്ട് ഈ ഒരു കണ്ടീഷനിൽ പോകുന്നൊരു വേക്കൻസിയാണ്. ഇനിയും ഇതിന് മൊത്തത്തിൽ ഒരു ബൈ ഹാൻഡ് നമുക്ക് സാലറി എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 39,941 രൂപ നമ്മുടെ ഇൻ ഹാൻഡ് കയ്യിൽ സാലറിയും കിട്ടും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ. ഇത് വേരി ചെയ്തിരിക്കുക, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സ്ഥലമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാറിയിരിക്കുക. ഒരു ഏകദേശം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 30,000-ന് മുകളിൽ സാലറി തുടക്കത്തിൽ കയ്യിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാം, പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് പല മേഖലകളിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവുകയാണ് അതെന്തൊക്കെയാണ് എന്ന്. ഇനി ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. അവരുടെ പ്രൈമറിലി റെസ്പോൺസിബിലിറ്റി എന്താണ്? അത് ആദ്യമായിട്ട് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. റെയിൽവേ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇഷ്യൂയിങ് ടിക്കറ്റ്സ് ആൻഡ് ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് യൂസിങ് ദ കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം ആൻഡ് അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം ആൻഡ് ടിക്കറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ഇഷ്യൂയിങ്. ടിക്കറ്റ് ഇൻസ്പെക്ടിങ് ആൻഡ് ഇഷ്യൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, റെയിൽവേകളിൽ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ റെയിൽവേയിൽ നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ കയറിയാൽ എന്ത് പറ്റും? ടിക്കറ്റ് ഇല്ലാതെ കയറിയാൽ നമ്മളെ ടി ടി പിടിക്കുമെന്ന് പറയും. ടി ടി പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഫൈൻ ഇടും. ഫൈൻ ഇടുകയാണോ ശരിക്കും ചെയ്യുന്നത്? അല്ല. നമ്മൾ സാധാരണ രീതിയിൽ റോഡിലൊക്കെ കൈ കാണിച്ച് നമ്മുടെ വണ്ടി കൈ അടച്ച് നിർത്തി നമ്മൾ ഏതെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഫൈൻ അടച്ചിട്ട് പോകും. അത്തരത്തിലുള്ള ഫൈനല്ല റെയിൽവേയിൽ ചാർജ് ചെയ്യുന്നത്. റെയിൽവേയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എവിടെ നിന്നാണോ യാത്ര തുടങ്ങുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ടിക്കറ്റ് ഇല്ലാതെയാണ് നിങ്ങളെ പിടിക്കുന്നതെങ്കിൽ ആ ട്രെയിൻ തുടങ്ങിയ സ്ഥലത്തു നിന്ന് അത് എൻഡ് ആവുന്ന സ്ഥലം വരെയുള്ള ടിക്കറ്റിൻ്റെ ചാർജും അതിൻ്റെ ഒരു സർചാർജും കൂടി ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ഇരട്ടിയിലധികം ചാർജ് ചെയ്ത് നിങ്ങളെ വിടുകയാണ്. ഇതല്ല നിങ്ങൾ ഈ സാധാ ടിക്കറ്റ് എടുത്തുകൊണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലോ എ സിയിലോ കയറുകയാണെങ്കിൽ അവിടേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടുന്ന എമൗണ്ടും അതിന് കുറച്ച് ഒരു ഇൻസ്പെക്ഷൻ ചാർജും കൂടിയാണ്. ഇനി സ്കോഡാണ് പിടിക്കുന്നതെങ്കിൽ അവർക്ക് ചില എമൗണ്ടുകളൊക്കെ ഉണ്ട്. 350, മിനിമം 350, 500 എന്നൊക്കെ പറയുന്ന എമൗണ്ടുകളൊക്കെ ഇട്ടായിരിക്കും അവർ ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസിലൊക്കെ നിങ്ങൾ നിയമിക്കപ്പെടാം. അതായത് നിങ്ങൾ നിയമിക്കപ്പെടുന്ന ഒരു സിംഗിൾ പോസ്റ്റിലാണെങ്കിലും ഈ ഒരൊറ്റ സിംഗിൾ പോസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പല സ്ഥലങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും കാണാറുണ്ട്, ഇപ്പോൾ അവരുടെ പഴയ ടി ടി എന്നത് മാറിയിട്ട് വേറൊരു പേരിലാണ് അവരെപ്പോഴും അറിയപ്പെടുന്നത്. ഈ ഒരു CCTC എന്ന പേരിലാണ് അവരുടെ നെയിം ബോർഡൊക്കെ ഇപ്പം റെയിൽവേയിൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഏതെങ്കിലും റെയിൽവേയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൽ TT എന്ന് പറഞ്ഞു വരുന്ന ആളുടെ പേരിൽ നമ്മൾ TT CCTC എന്നായിരിക്കും. അതിൽ സീനിയർ എന്നുകൂടി കാണും. കാരണം പൊതുവേ ലോങ് ജേണി നടത്തുന്ന ട്രെയിനുകളിലെ TTമാരൊക്കെ സീനിയറാണ്. അതുകൊണ്ട് തന്നെ CCTC സീനിയർ എന്നായിരിക്കും കിടക്കുന്നത്. ഇത് മെർജിന് ശേഷമുള്ള ഒരു മാറ്റമാണ്. നേരത്തെ ഉള്ളവർക്ക് ഇതായിരുന്നില്ല. അത് തന്നെയാണ് ഇവരെ മെർജ് ചെയ്തപ്പോൾ അവരുടെ സീനിയോറിറ്റിയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുതുതായിട്ട് നിയമിക്കപ്പെടുന്നവർക്ക് ഒരിക്കലും ആ ഒരു സീനിയോറിറ്റി ആയിരിക്കില്ല, കോമൺ സീനിയോറിറ്റി ആയിരിക്കും ലഭിക്കുക. ഇതൊക്കെ അതിൻ്റെ ഒരു പുതിയ വശമാണ്. അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതല്ല ഈ വീഡിയോയിൽ. എനിവേ, ഇതാണ് അവരുടെ ആദ്യത്തെ റെസ്പോൺസ്. രണ്ടാമത്തേതെന്ന് പറയാം, ദേ ഓൾസോ സൂപ്പർവൈസ് ദ ലോഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് ലഗേജ് ആൻഡ് മെയിൻറ്റെയിനിങ് റെലവൻറ്റ് രജിസ്റ്റേഴ്സ്. അടുത്തത്, അതായത് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ഈ ഗുഡ്സാണ്. അതായത് ഈ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷനും അതും ഇതൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനുള്ള റോളും ഇവർക്കുണ്ടാവും. അടുത്തത്, അഡീഷണലി ദേ മേ ബി അസൈൻഡ് ആസ് എ ഗുഡ് ക്ലർക്ക്. ഗുഡ്സിൻ്റെ, അതായത് ഗുഡ്സ് ട്രെയിനിൻ്റെ ക്ലർക്കായിട്ട് മാറാം. ഹാൻഡ്ലിംഗ് ഫ്രിജിറ്റ് അറ്റ് സ്റ്റേഷൻ. ഗുഡ്സ് ക്ലർക്ക് ആർ റെസ്പോൺസിബിൾ ഫോർ ബുക്കിംഗ്. അതായത് ഇവർക്ക് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാവും? റെസ്പോൺസിബിൾ ആയിരിക്കും. ഗുഡ്സിൻ്റെ ക്ലർക്കായേണ്ടി വരും. ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ലോജിസ്റ്റിക് ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ഇവർ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഇവർ ചെയ്യേണ്ടി വരും. ദെൻ അടുത്തത് എന്താണ്? ഈ ഒരു ജോലി നമ്മളെപ്പോഴും ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും? സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അണ്ടറിലായിരിക്കും. ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും ഒരു സ്റ്റേഷൻ്റെ സുപ്രീം അതോറിറ്റി. ചിലപ്പോൾ ചിലയിടത്ത് സ്റ്റേഷൻ സൂപ്രണ്ടായിരിക്കും. അങ്ങനെയുള്ള പല പല ഡെസിഗ്നേഷനുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ കീഴിലായിരിക്കും ഇവർ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. അതായത് ബേസ് ലെവൽ ജോബ് മുതൽ ഏതാണ്ട് TTE ചെയ്തിരുന്ന ജോലി ഉൾപ്പെടെ ഏത് ജോലി ഇവർക്ക് അവരുടെ പോസ്റ്റ് എപ്പോഴാണ് ഇവിടെയാണോ അവരെ നിയമിക്കപ്പെടുന്നത് അതനുസരിച്ച് അവർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ രീതി. പഴയ പോലെ ഒരു സിംഗിൾ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒതുങ്ങാൻ ഒക്കില്ല എന്ന് ചുരുക്കം. അടുത്തത്, ഈ ഒരു കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. നിലവിലത് +2 പാസ്സായാൽ മതിയാവും. ഇനിയും ക്ലർക്കിൻ്റെ കരിയർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ കയറിയാൽ മാത്രം പോരാലോ, ശമ്പളം മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് എവിടെ വരെയൊക്കെ എത്താൻ പറ്റും എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ടാണ് നമ്മൾ കയറുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ടാണ്. അതായത് ട്രെയിനുകളിലൊക്കെ നമ്മൾ പൊതുവേ ലോങ് യാത്ര ചെയ്യുന്ന റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലും AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ കാണുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ്. അവരുടെ കയ്യിൽ ടാബൊക്കെ ഉണ്ട്. അവർ CCTCമാരാണ്. അവർ സീനിയറാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നൊരു തസ്തികയാണ്. ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തത് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ളതാണ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ, അതായത് ഒരു സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. പൊതുവെ വലിയ സ്റ്റേഷനുകളിലാണ് ഇത്തരം പോസ്റ്റുകളൊക്കെ വരുന്നത്. ആ ഒരു പദവി വരെ നിങ്ങളെത്തും. അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന തസ്തികയാണ്, അത്യാവശ്യം നല്ല നല്ല സാലറി കിട്ടുന്നതാണ്. ഈ ഒരു പോസ്റ്റിൽ തന്നെ കയറി നിങ്ങളൊരു 3 വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സാലറി ഈ പറയുന്നത് 31 അല്ല, അതിൻ്റെ ഇരട്ടിയിലധികത്തിലേക്ക് സാലറി എത്തും എന്നുള്ളത് സംശയമില്ല. മാത്രമല്ല ബോണസ് പോലുള്ള അലവൻസുകളൊക്കെ റെയിൽവേ ധാരാളമായിട്ട് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. പിന്നെയും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിലെ ഏറ്റവും നല്ല ബ്രേക്ക് ത്രൂ ആണ് നമ്മുടെ RRB NTPC ഉള്ളത്. ഒട്ടും തന്നെ ഡിലേ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. നമുക്ക് വളരെയധികം വേക്കൻസികളാണ് ഈ ഒരു എക്സാമിനേഷൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സുകളാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനും സംശയങ്ങൾ ഏത് രീതിയിൽ പരിഹരിക്കുന്നതിനുമായിട്ട് നമുക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് തീർക്കുന്നതിനായിട്ട് ഡൗട്ട് ക്ലിയറിൻ്റെ സെഷൻസ് ഉണ്ട്. ധാരാളം റാങ്കുകൾ ഉൾപ്പെട്ട മെൻറ്റേഴ്സാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കരിയറിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും തന്നെ ഡിലേ ചെയ്യാതെ ഏണസ്റ്റ് അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യുക. ഇതിനോടകം തന്നെ ധാരാളം റാങ്ക് ഹോൾഡേഴ്സ് നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും അത്തരത്തിലുള്ള റാങ്ക് ഹോൾഡർ ആവാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഏണസ്റ്റിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.